ഈ സെർവൈക്കൽ സ്പോണ്ടൈലോട്ടിക് മൈലോപ്പതി എന്ന് പറയുന്നൊരു കണ്ടീഷൻ, കഴുത്തിന് ചുറ്റുമുള്ള ലിഗമെൻറ്റ്സ് കല്ലിപ്പ് പോലെ വരുന്ന ഒരു ബുദ്ധിമുട്ട് അതിൻ്റെ കാരണം കൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്ക് ക്രോണിക് ആയിട്ട് ഒരുപാട് നാളായിട്ട് ഡിസ്ക് പുറത്തോട്ട് തള്ളി നിന്ന് സ്പൈനൽ കോഡ് അഥവാ സുഷ്മന നാഡി ഉണ്ടാക്കുന്ന ക്ഷതം, അതിൻ്റെ കാരണം കൊണ്ടൊക്കെയാണ് ഇത് വളരെ കോമൺലി കാണപ്പെടുന്നത്. 50 വയസ്സിന് ശേഷമുള്ള ആൾക്കാരിൽ വളരെ കോമൺലി ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട്. അവർ നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും, പക്ഷേ നടത്തത്തിൽ തന്നെ അവർക്ക് പലപ്പോഴും പല ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാറുണ്ട്. നടക്കുമ്പോൾ കാലിനുണ്ടായേക്കാവുന്ന ഒരു വഴക്കക്കുറവ്, അത് കാരണം കൊണ്ട് നടക്കുമ്പോൾ തെറിച്ച് പോകുന്ന പോലത്തെ ഒരു അവസ്ഥ, കാലിൻ്റെ അടിയിൽ ഒരു പന്നിപ്പുറത്ത് നടക്കുന്ന പോലത്തെ ഒരു അവസ്ഥ, ചെരുപ്പ് കാര്യങ്ങൾ അറിയാതെ ഊരിപ്പോകുന്നൊരു ബുദ്ധിമുട്ട്, ഇത്തരത്തിലുള്ള പ്രയാസമുള്ള ആൾക്കാർക്ക് അതിന് സെർവൈക്കൽ സ്പോണ്ടൈലോട്ടിക് മൈലോപ്പതി എന്ന് പറയുന്ന ഒരു അസുഖത്തിൻ്റെ ഭാഗമാണ് ആ ഒരു ബുദ്ധിമുട്ട്. 50 വയസ്സിന് ശേഷമുള്ള ആൾക്കാരിലാണ് ഇത് വളരെ കോമൺലി ഈ ഒരു പ്രയാസം കാണപ്പെടുന്നതും. ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യാതിരിക്കുന്ന പക്ഷം ഈ അസുഖം പ്രോഗ്രസ് ചെയ്ത് പേഷ്യൻ്റ് ഈവൻ ബെഡ് റിഡൻ സ്റ്റേജിൽ കിടപ്പിലാവുന്ന ഒരു രോഗി പോലും ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ആദ്യം നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നും വീൽ ചെയർ ബോണ്ട് എന്നുള്ള സ്റ്റേജിലോട്ടും അവിടെ നിന്ന് തീരെ പറ്റാതെ ബെഡ് റിഡൻ സ്റ്റേജിലോട്ടും വരെ രോഗികൾ എത്താറുണ്ട്. ഇതിന് കാരണം ഈ സെർവൈക്കൽ സ്പോണ്ടൈലോട്ടിക് മൈലോപ്പതി എന്ന് പറയുന്നൊരു കണ്ടീഷൻ, കഴുത്തിന് ചുറ്റുമുള്ള ലിഗമെൻറ്റ്സ് കല്ലിപ്പ് പോലെ വരുന്ന ഒരു ബുദ്ധിമുട്ട് അതിൻ്റെ കാരണം കൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്ക് ക്രോണിക് ആയിട്ട് ഒരുപാട് നാളായിട്ട് ഡിസ്ക് പുറത്തോട്ട് തള്ളി നിന്ന് സ്പൈനൽ കോഡ് അഥവാ സുഷ്മന നാഡി ഉണ്ടാക്കുന്ന ക്ഷതം, അതിൻ്റെ കാരണം കൊണ്ടൊക്കെയാണ് ഇത് വളരെ കോമൺലി കാണപ്പെടുന്നത്. ഇത് നേരത്തെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും നമ്മൾ നേരത്തെ ഇത് ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസീസ് പ്രോഗ്രഷൻ അവിടെ കൊണ്ട് നിർത്താൻ പറ്റുകയും പിന്നീട് അങ്ങോട്ട് വേഴ്സൻഡ് ആവാതെ രോഗിയെ നമുക്ക് അവരുടെ ബാക്കിയുള്ള ജീവിതം അവർക്ക് ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അല്ലാത്ത പക്ഷം അത് വളരെ മോശപ്പെട്ടൊരവസ്ഥയിലായിരിക്കും. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നൊരു പ്രയാസമാണ്. വളരെ മോശപ്പെട്ടൊരവസ്ഥയിലായിട്ടായിരിക്കും പേഷ്യൻസ് എത്തിച്ചേർന്നത്. ഇതിന് കാരണം ഇതൊരു ഏജ് റിലേറ്റഡ്, നമ്മൾ സാധാരണ പ്രായം കൂടുന്നതനുസരിച്ച് മുടി നരയ്ക്കുക, അങ്ങനത്തെ അതേ തൊലി ചുടുങ്ങുക, ഇതേപോലെ തന്നെയാണ് നട്ടലിനും അതുപോലെ തന്നെ ഡിസ്കിനും ഉണ്ടാകുന്ന തേയ്മാനം. ഈ നട്ടലിനും ഡിസ്കിനും തേയ്മാനം സംഭവിക്കുന്ന പോലെ തന്നെ ലിഗമെൻസിന് കല്ലിപ്പും സംഭവിക്കും. ഇതും പ്രായസംബന്ധമായിട്ട് നടക്കുന്ന ഒരു ഓട്ടോമാറ്റിക് ഒരു ഡീജനറേറ്റീവ് പ്രോസസ്സാണ്. അത് നമ്മൾ ചുരുക്കം ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാതെ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ പോകും. പക്ഷേ നല്ലൊരു ശതമാനം ആൾക്കാർക്കും പ്രായം കൂടുന്തോറും ഈ പ്രയാസങ്ങൾ, നടക്കുമ്പോൾ കാലിന് ഒരു വഴക്കക്കുറവുണ്ടാവുക, കാലിന് ഒരു ഭാരം കനം തോന്നുക, നടക്കുന്നത് ഒരു പന്നിപ്പുറത്ത് നടക്കുന്ന പോലത്തെ ഒരു ഫീല്, ഒരു അൺഈവൻ സർഫസിലൂടെ നടക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് വീണു പോവുക, ഈവൻ നടന്നു തുടങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റാതെ പെട്ടെന്ന് നമ്മൾ മറിഞ്ഞ് വീണു പോവുക, ഫ്രീക്വൻറ്റ് ഫോൾസ്, ഇതെല്ലാം സെർവൈക്കൽ സ്പോണ്ടൈലോട്ടിക് മൈലോപ്പതിയുടെ ലക്ഷണങ്ങളാണ്. ഇതേപോലെ തന്നെയാണ് അപ്പർ ലിംസിൽ, കൈകൾക്കും ഈ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൈകളിലെ മസിൽസിന് ഉണ്ടാകുന്ന ശോഷിപ്പ്, അതിനോടനുബന്ധിച്ച് നമുക്ക് ഈവൻ ഒരു ഭക്ഷണം ഒരു ഉരുളയായിട്ട് എടുക്കാൻ കഴിയാത്തൊരവസ്ഥ, ചപ്പാത്തി തനിയെ നമുക്ക് ഒരു കീറിയിട്ട് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ, പ്രോപ്പറായിട്ട് നമുക്ക് അൺബട്ടണിങ് ഷർട്ടിൻ്റെ ഒരു ബട്ടണും ഇടുക അതൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ, ഇതെല്ലാം വളരെ കോമൺ ആണ് ഈ ഒരു സെർവൈക്കൽ സ്പോണ്ടൈലോട്ടിക് മൈലോപ്പതി എന്ന് പറയുന്നത് രോഗാവസ്ഥയിൽ. AR Super Specialty Hospital. Your health, our priority.